ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും നമുക്ക് എപ്പോഴും ഇങ്ങനെ സജഷനിൽ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിന്റെയും അൽഗോരിതം ഏതാണ്ട് ഈ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ചിന്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമോഷൻ വളരെ ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ അങ്ങനത്തെ ചിന്തകൾ നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് തന്നുകൊണ്ടിരിക്കും നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. ശരിക്കും ഈ കോൺഷ്യസ് മൈൻഡിന്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ ഈ കോൺഷ്യസ് മൈൻഡിലൂടെ ഒരു ദിവസം ഒരു 60,000 ചിന്തകളെങ്കിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും നേരം എവിടുന്നാ നമുക്ക്? 60,000 ചിന്തകള്. ശരിക്കും നമ്മള് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ. ശരിക്കും ഭയങ്കര ടയർഡായി പോകൂലേ പലതും ചിന്തിച്ച് ചിന്തിച്ച്. ഈ ചിന്തിച്ച് കൂട്ടുന്നത് പലതും അത്ര റെലവന്റ് ആയ കാര്യങ്ങളേ ആയിരിക്കില്ല. ഒട്ടും റെലവന്റ് ആയ കാര്യങ്ങളായിരിക്കില്ല. എപ്പോഴോ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് ഇപ്പൊ ടെൻഷൻ അടിക്കുന്നുണ്ടാവുക. അപ്പൊ പ്രസന്റിൽ അതിന് എന്ത് ഒരു റെലവൻസ് ഉണ്ട് എന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല ഈ ചിന്തിക്കുന്ന സമയത്ത്. ആ ചിന്തിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് മാത്രം നമ്മളിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വല്ലാണ്ട് നമ്മളെ എനർജി അതിൽ വേസ്റ്റ് ആക്കും. പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് എനർജി വേസ്റ്റ് ആക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ശരിക്കും നമുക്ക് ഈ ചിന്തകളെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്ന് ഒന്ന് പഠിച്ചിരിക്കണം. എനിക്ക് തോന്നുന്നത് ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റാൻഡം തോട്ട്സ് വരുമ്പം അതിനെ നമ്മൾ നിർബന്ധമായിട്ട് വേണ്ട എനിക്കിത് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളി കളയാൻ നോക്കിയാൽ അത് തന്നെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. നമുക്ക് അതിനെ ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല. ഫോഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കുക. ഈ ചിന്ത ഇപ്പൊ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലേ? ഇത് ഞാൻ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നാലോചിക്കുക. എന്നിട്ട് ഒരു ഡീപ് ബ്രത്ത് എടുക്കുക. മിക്കവാറും എനിക്കങ്ങനെ ഒരു ഡീപ് ബ്രത്ത് എടുക്കുമ്പോൾ അത്തരം ചിന്തകൾ എനിക്ക് മാറ്റിക്കളയാൻ പറ്റാറുണ്ട്. ഇനിയിപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്തു തീർക്കും. ചിലപ്പോൾ അത് എനിക്ക് മുന്നിലുള്ള കുറച്ച് ചിതറിക്കിടക്കുന്ന ബുക്സ് ഒന്ന് ഒതുക്കി വെക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ പഴയ പേപ്പറുകളൊന്ന് ഒതുക്കി വെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ക്ലീനിങ് പരിപാടി, ഒന്ന് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒത്തിരി വലിയ പരിപാടികൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. അടുത്ത തോട്ട്സ് നമ്മളിലേക്ക് എത്തും. പക്ഷേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടാസ്ക് ഐഡന്റിഫൈ ചെയ്യുക, അത് ചെയ്യാം. അപ്പൊ നമുക്ക് ശരിക്കും ആ ടാസ്ക് പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കുന്നതിലായിരിക്കും നമ്മുടെ ഫോക്കസ്. അപ്പൊ ഈ ഒരു ഭയങ്കര ഒട്ടും ഒരു തരത്തിലും റെലവന്റ് അല്ലാത്ത ഒരു ചിന്തയിൽ നിന്ന് നമ്മുടെ ഫോക്കസ് മാറിപ്പോവുകയും മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആവുകയും ചെയ്യും. ആ കാര്യം ഒരു പ്രൊഡക്റ്റീവായ കാര്യമാണെങ്കിൽ നമുക്കതിൽ നിന്നൊരു സന്തോഷവും കിട്ടും. എങ്ങനെയുണ്ട് പരിപാടി?